അതെ, ഉണ്ട് ഉണ്ട്. ജാസ്മിൻ്റെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമാശ പറയാനാണെങ്കിലും ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണ്. പക്ഷെ കുറേ അധികം അവർ ക്യാമറയ്ക്ക് വേണ്ടി നടത്തുന്ന ഇപ്പോൾ പ്രണയ നാടകമായാലും അതിനൊന്നും ഞാൻ സപ്പോർട്ടിങ് അല്ല. പക്ഷെ ആസ് എ ഒരു സിസ്റ്റർ പോലെ എനിക്ക് ഇടയ്ക്ക് നല്ല ഫണ്ണും എല്ലാം പറയാൻ തോന്നിയിട്ടുണ്ട്. ഇരിക്കുന്നത് എനിക്കതിനകത്ത് പേഴ്സണലി എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളതിന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ കുറച്ച് പുറത്തെ കാര്യങ്ങളും അങ്ങനെ തമാശകളൊക്കെയാണ്. അത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ഫേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നുണ്ട്. പിന്നെ നെഗറ്റീവാണ് പുറത്തുനിന്ന് അറിഞ്ഞിട്ടും അതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ആക്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ വന്നപ്പോഴേ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ നെഗറ്റീവാണ് പുറത്ത്, എന്നിട്ട് നിങ്ങൾ ഇത് എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർ കുറേ ജസ്റ്റിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അത് മാറ്റി പറയുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ക്ലിയർ അല്ല എന്താണ് അവരിന്ന് ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. അത് ആക്ച്വലി ജിൻഡോ ചേട്ടൻ അങ്ങനെ കാലിൽ ഇങ്ങനെ പിടിച്ചിരുന്നു 2 വട്ടം. അപ്പം ഞാനത് വളരെ എൻ്റെ ഒരു ബ്രദർ ഫീലിംഗ് ആയിരുന്നു എനിക്ക് സായിനോട് ഞാൻ ടോയ്ലറ്റിൽ വെച്ച് പറഞ്ഞപ്പം സായി വന്ന് ചോദിച്ചു, ജിൻഡോ ചേട്ടനായിട്ട് ചോദിച്ചു. അപ്പം ജിൻഡോ ചേട്ടൻ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ജിൻഡോ ചേട്ടൻ ആ ആക്ട് പറഞ്ഞു. എന്നിട്ട് ജിൻഡോ ചേട്ടൻ പറഞ്ഞു, ആൾക്കുള്ള ഒരു രോഗമാണിത്, വീട്ടിലും ഇങ്ങനെ ചെയ്തിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു രോഗമാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് കംപ്ലൈൻറ്റ് അതിനകത്തില്ല. ആളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പറ്റുന്ന ഒരു രോഗമാണെങ്കിൽ അതിന് കൂടുതൽ പിന്നെ വഷളാക്കിയാൽ പുറത്താണെങ്കിലും ഞാനിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കൊണ്ട് എനിക്കായിരിക്കും അത് ആൾക്കാർ കുറ്റം പറയുക. എത്ര ഞാനാണ് ശരിയെങ്കിലും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് വലിയൊരു പ്രശ്നമാക്കിയില്ല. പിന്നെ ഒരാളുടെ രോഗം അറിയാതെ ചെയ്തതെന്ന് തള്ളിക്കളഞ്ഞു. പക്ഷെ ഇതേ സായി മാറി നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്ന ഒരു വീഡിയോ എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു. അപ്പം അതിനകത്ത് ആരോടും നമുക്കൊരു വിഷമം പോലും പറയാൻ പറ്റാത്തൊരു ഹൗസാണ് അതിനകത്ത്. അതായത് പിന്നീട് അതെ അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ജിൻഡോ ചേട്ടൻ ഏത് ടാസ്ക് കഴിഞ്ഞാലും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറയും, നീ അടിപൊളിയായി ചെയ്തു, നീ എന്താണ് ഈ ക്യാപ്റ്റൻസിക്ക്, ഞാൻ ലാസ്റ്റ് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുന്നതിന് മുന്നേ ജിൻഡോ ചേട്ടൻ വന്ന് പറഞ്ഞു, നീ ജയിക്കണം എന്നായിരുന്നു ഇവിടെ എനിക്ക് ആഗ്രഹം, നിനക്ക് എന്ത് പറ്റിപ്പോയി, നിനക്ക് ഞാൻ ഓട്ടിയുള്ളൂ എന്നാണ് എന്നോട് പറയുന്നത്. എനിക്ക് എന്ത് തല്ലോട്ടുണ്ടായാലും ജിൻഡോ ചേട്ടൻ എന്നെ മാറ്റി നിർത്തി എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മാറുന്ന ആൾ വേറെ പറയുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പലരും പറയുന്നു. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വളരെയധികം, പിന്നെ പുറത്ത് ജിൻഡോ ബോഡി ക്രാഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജിൻഡോ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് എനിക്ക് എൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫിൽ. ഇപ്പോൾ എനിക്ക് ബ്രദറും ഇല്ല. അപ്പം പെട്ടെന്ന് ഒരാൾ എന്നെ ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യുന്നു, ചേർത്ത് പിടിക്കുന്നു എന്ന് തോന്നിയപ്പോൾ എനിക്കൊരു ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നി ആളുടെ അടുത്ത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ അൻസിബയായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള സൗഹൃദം ഉണ്ട്. ആ സൗഹൃദത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? അൻസിബായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഒരു വീക്കിലാണ് സൗഹൃദം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കിച്ചൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയി നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം നിന്ന്. അങ്ങനെ അൻസിബ ഭയങ്കര പ്യുവറായിട്ടുള്ള, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇനി പുറത്തു പോയാലും സൗഹൃദം ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അൻസിബയോടാണ്. ഈ അൻസിബ വലിയ ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ അല്ല, അതായത് കാഷ്വലായിട്ട് നടക്കുന്നത്, എപ്പോഴും പുറത്ത് പോകണമെന്ന് പറയുന്നതാണ്. അതെ. എന്നിരുന്നിട്ട് കൂടി അവർക്ക് വോട്ട് കിട്ടും, അവരോട് നിൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. അതെ. അതായത് അവർക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ജെന്യുവനായി ഫീൽ ചെയ്തത് അൻസിബ ഭയങ്കര ഗെയിമർ അല്ലെങ്കിൽ കൂടി ചിലപ്പോൾ അൻസിബയുടെ ഒരു ജെന്യുവിനിറ്റി അല്ലെങ്കിൽ അവരൊരു പ്യുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളതിനെ കുറിച്ച് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ വോട്ട് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. അതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഇപ്പൊ അഭിഷേകമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങൾ കയറിയ തുടങ്ങാൻ തന്നെ വാഗ്വാദം ഉണ്ടായി. പക്ഷെ പിന്നീട് അതിനെ കുറിച്ചൊരു ചർച്ചകൾ ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ തന്നെ അതിന് റിപ്ലൈയും കൊടുത്ത് അതിനെക്കുറിച്ച് എല്ലാം സംസാരിച്ച് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ഡെൻ റൂമിൽ അവൻ വന്നിരുന്ന് സംസാരിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തിട്ടാണ് പിരിഞ്ഞത്. അതുകൊണ്ടാണ് പിന്നീട് സംസാരം ഉണ്ടാവാത്തതും. ഇതൊന്നും അവർ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. മേ ബി എന്നെ നെഗറ്റീവ് ആക്കാനാണോ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും എപ്പിസോഡിലോ ലൈവിൽ പോലും വന്നിട്ടില്ല. അവരൊരു ഒരുമിച്ചായിട്ട് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 100 ഇവരൊക്കെ അങ്ങനെ ഇതിന്റെ പലപ്പോഴും പറയുന്നുണ്ട്, ഇവർ ഒരുമിച്ചൊരു ഗെയിം സ്ട്രാറ്റജിയിലാണ് വന്നത്. അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങളോട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഗബ്രിയും ജാസ്മിനും പ്ലാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ കുറെ ആക്ട് കാണുമ്പോഴും എത്രയൊക്കെ നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമില്ലാണ്ട് തുടരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്ലാൻഡ് തന്നെ ആയിരിക്കും. അതിൽ റസ്മിന് എത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല.
പിന്നെ നോറയ്ക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോൾ നോക്കിയാലും നോറ ഇവർക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. അതൊരു എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഒരേ ഗെയിം ഒരേ സ്ട്രാറ്റജിയിൽ നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ. അങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കി അവർക്കൊരു അങ്ങനെ ഒരു ഫേസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് തോന്നുന്നു. നോറയുടെ കേസ് എനിക്കറിയില്ല, മേ ബി ഉണ്ടായിരിക്കും. കാരണം ജിൻഡോ ചേട്ടൻ പലപ്പോഴായി പറയുന്നുണ്ട് ഇവർ പുറത്തറിയാം, ഇവർ ഒരു സ്ഥലത്താണ് ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുള്ളത്, വരുന്നതിന് മുന്നേ കോള് വിളിച്ചതും മുന്നാക്കിയോ എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല. അവർ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ആളുടെ നിന്ന് നമ്പർ മേടിച്ച് ജാസ്മിൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നോറേൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ജിൻഡോ ശരിക്കും ഇന്റലിജന്റ്